എടാ, അത് നമ്മുടെ ബാബുജി അല്ലേ നടന്നു വരുന്നത്? അതെ അതെ, നമ്മുടെ ബാബുജി തന്നെ വരുന്നത്. എന്നാ വാടാ, നമുക്കൊന്ന് പോയി നോക്കാം. ബാബുജി എങ്ങോട്ടാ? ഞാൻ ഓരോ ഗ്രാമങ്ങളും സന്ദർശിക്കാൻ വേണ്ടി ഇറങ്ങി. 1948 പോയിട്ട് 2024 തിരിച്ചു വരുന്നത്? തിരിച്ചു വരണമെന്ന് കരുതിയതല്ല. ഇന്ന് നമ്മുടെ നാടിന്റെ അവസ്ഥയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇതാണോ ഞാൻ സ്വപ്നം കണ്ട ഇന്ത്യ? അഹിംസയിലൂന്നിയ സത്യാഗ്രഹമുറയല്ലേ ഞാൻ ലോകത്തിന് കാട്ടിത്തന്നത്? ഞാൻ നടന്നു വരുമ്പോൾ കുട്ടികളായ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ കണ്ടിരുന്നു. ഒരാൾ പത്രം വായിക്കുന്നു. എന്താണ് ഇന്നത്തെ പത്രത്തിലെ വാർത്ത? സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് ഭാര്യയെ കൊന്നു, മകൻ അച്ഛനെ വെട്ടിക്കൊന്നു, അഴിമതി, അക്രമം, കള്ളക്കടത്ത്, ഇങ്ങനെ കുറെ വാർത്തകൾ. നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തെ നാം നിർഭയോഗം ചെയ്യുകയാണ്. പരസ്പരം സ്നേഹത്തോടെയും സമാധാനത്തോടെയും ജീവിക്കേണ്ട നാം അവനവന്റെ സന്തോഷത്തിന് എന്തും ചെയ്യാൻ മടിയില്ലാത്തവനായി മാറിയിരിക്കുന്നു. ഇതിനു പുറമെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള സംഘടനകൾ വേറെയും. ഇതിന്റെ ദുരിതങ്ങളെല്ലാം അനുഭവിക്കുന്നതോ പാവപ്പെട്ടവരും. ഞാൻ മാത്രമല്ല വന്നിരിക്കുന്നത്, എന്റെ കൂടെ സരോജിനി നായിഡും വന്നിട്ടുണ്ട്. നടക്കാനൊക്കെ സ്വല്പം ബുദ്ധിമുട്ട്. കുട്ടികളെ, നിങ്ങളോട് ബാബുജെല്ലാം പറഞ്ഞില്ലേ? ഇന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ വളരെ ഭയാനകരമാണ്. സമ്പന്നർ എന്നും സമ്പന്നർ, ദരിദ്രർ എന്നും ദരിദ്രർ. ഇതിനൊരു മാറ്റം വരണ്ടേ? നെഹ്റു പറയണത് പോലെ നാളെയുടെ സമ്പത്ത് നിങ്ങളാണ്. അതിന് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. അനീതി വേണ്ട, അക്രമം വേണ്ട, അഴിമതി വേണ്ട, സ്ത്രീകളോട് മാന്യത കാണിക്കും. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഇല്ല. നാം എല്ലാം മനുഷ്യർ. വായിച്ചു വളരൂ, ചിന്തിച്ചു വേഗം നേടൂ. ഭാരതാമയിൽ പിറന്ന മക്കൾ നാം, അഭിമാനത്താൽ പുളകിതരായവർ നാം. ഭാരതാമയിൽ പിറന്ന മക്കൾ നാം, അഭിമാനത്താൽ പുളകിതരായവർ നാം. ഒന്നായി നമുക്ക് അണിചേരാം, ഒന്നായി നമുക്ക് മുന്നേറാം. ഒന്നായി നമുക്ക് അണിചേരാം, ഒന്നായി നമുക്ക് മുന്നേറാം. ജയ് ഹിന്ദ്.